ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ അതിനായിട്ട് 1 മീറ്ററിൻ്റെ ഒരു ബ്ലൗസ് പീസ് എടുത്തേക്കാണ്. അതിനെ നമ്മൾ തേരിറക്കായിട്ട് 4ആയിട്ട് മടക്കിയിട്ട് ഒരളവ് ബ്ലൗസ് വെച്ചിട്ട് കൈ മാർക്ക് ചെയ്യുകയാണ്. കണ്ടോ? വീഡിയോ നോക്കണം ശ്രദ്ധിച്ച്. അപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് അളവുകളൊന്നും എടുത്തില്ലെങ്കിലും നമുക്ക് ഇതുപോലെ വരച്ച് നമുക്ക് അത് കട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്ക് പീസാണ് എടുക്കേണ്ടത്. ബ്ലൗസിൻ്റെ ബാക്ക് പീസാണ് നമ്മൾ അത് 2ആയിട്ട് മടക്കി നിർത്തിയിടുക. തേരിറക്കായിട്ടാണ് തന്നെ ഇടണം. അതിനുശേഷം അളവ് ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവെടുക്കാൻ പോവുകയാണ്. അളവ് കണ്ടോ, മടക്കി വെച്ചിട്ട് ടേപ്പ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് എത്ര ഉണ്ടെന്ന് നോക്കുക. ഷോൾഡറിൻ്റെ അളവിൽ നിന്ന് താഴോട്ട് ഇതിന് 13 ഇഞ്ചാണുള്ളത്. 1 ഇഞ്ച് കൂട്ടി 14 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്താൻ പോവുക. 14 ഒരു പൊടിക്ക് നെല്ലിടയ്ക്ക് കൂടുതലിട്ടാലും അത് കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് ഒരു നെല്ലിടയ്ക്ക് നമുക്ക് കൂട്ടാം. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച്, അതിനപ്പുറം വേണ്ട. 1/4 1/2 ഇഞ്ച് കൂട്ടിയിടുക. പിന്നെ ഷോൾഡർ ഒരു 5.25. ഈ ബ്ലൗസിന് ഇനി അവസാനം ഈ ബാക്ക് പീസിൻ്റെ വണ്ണം സൈസാണ് നമ്മൾ എടുക്കാൻ പോണത്. വണ്ണം നമ്മൾ 21 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിന് കഴുത്ത് ഇനി സൈഡിൽ നമ്മൾ 21 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ 1 ഇഞ്ച് കൂട്ടിയാണ് ഇടണത്. തയ്യൽ തുമ്പെല്ലാം വേണമല്ലോ, 1-1.5 ഇഞ്ച് കൂട്ടിയിടാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കറക്റ്റുള്ള അളവ് എടുത്തു വെച്ചു. കറക്റ്റ് നമുക്ക് വേണ്ട അളവാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് കൈക്കുഴി 5.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയിലേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അതിന് ശേഷം കഴുത്ത് നമ്മുടെ അടയാളപ്പെടുത്തും. കഴുത്ത് അടയാളപ്പെടുത്തി കണ്ട, ഇത് നമ്മൾ ഫ്രണ്ട് വശമാണ് നമ്മൾ എടുക്കുന്നത്. ഫ്രണ്ട് വശം. മുൻവശത്ത് നമ്മൾ എടുത്ത് അടയാളപ്പെടുത്തി. മുൻവശം നമ്മൾ കഴുത്തിൽ 1.5 ഇഞ്ച് എടുത്തു. അടിഭാഗം ഷേപ്പാക്കി വെട്ടി. 1 ഇഞ്ച് കയറ്റി. നമ്മൾ സാധാരണ ഇറക്കം നമ്മൾ 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തിന് 13 ഇഞ്ചാണ് എടുത്തത്. അത് നമുക്ക് എടുത്തു, സൈഡ് കൂട്ടി. കണ്ട, ഇതുപോലെ വരയ്ക്കണം. അടിഭാഗം ഷേപ്പായത് വരയ്ക്കണം. 1 ഇഞ്ച് കയറ്റി ഷേപ്പായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. കൈക്കുഴി 5 തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് കട്ടിങ് മാർക്ക് ചെയ്യാം. കട്ടിങ് മാർക്ക് ചെയ്യാനായിട്ട് അളവ് ബ്ലൗസിൽ നോക്കിയിട്ട് കട്ടിങ് മാർക്ക് ചെയ്യുക. കണ്ടോ, 9 ഇഞ്ച് ഇറക്കത്തിലാണ് ഇത് കിടക്കുന്നത്. ടക്സാണിത്. ഫ്രണ്ടിലേക്ക് ഒരു 3.5 ഇഞ്ച് എടുത്തു. 3.5 ഇഞ്ചിൽ 1 ഇഞ്ച് അകലത്തിലാണ് കേട്ടോ നമ്മൾ ഈ ടക്കൊക്കെ മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് അകലത്തിൽ നമ്മൾ ടക്ക് മാർക്ക് ചെയ്യുന്നു. അടിഭാഗത്തേക്കുള്ള ടക്ക് ഇത്തിരി വീതിയിലിടണം. 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ ടക്ക് അടയാളപ്പെടുത്തുന്നത്. ഫ്രണ്ടിലേക്ക് ഒരു 1/4 ഇഞ്ച് വീതം, കഷക്കുഴിയിലേക്ക് ഒരു 1/4 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മളിത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ അടിഭാഗത്തേക്കുള്ള കട്ടിങ്ങാണ്. കട്ടിങ് നമുക്ക് വേണമല്ലോ. നമുക്ക് ഫ്രണ്ടിൽ വയ്ക്കണ സാരി ബ്ലൗസിന് വയ്ക്കണ കട്ടിങ്. അത് നമ്മൾ അളവ് ബ്ലൗസിലൊക്കെ ചെറുതാണെങ്കിൽ ചെറുത് ഇത് വെച്ചാൽ കണ്ടോ, ഒരു കട്ടിങ് നമ്മളെടുത്തു. നമ്മൾ ആ കട്ടിങ് വെച്ച് നമ്മൾ ഒരു 3 പീസ് കട്ടിങ് ഒരു സൈഡിലേക്ക്, അങ്ങനെ 6 പീസോളം
കട്ടിങ് വേണം. നമ്മുടെ ബ്ലൗസ് പീസിൽ തുണി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ 2 പീസ് കൂടെ എടുക്കണം. അങ്ങനെ 6 പീസ് കട്ടിങ് വേണം. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വയ്ക്കാനുള്ള പടികളാണ്. ഇതൊരു പടിയാണ് വീതി വയ്ക്കും. അത് നമ്മൾ ഇടതുവശത്ത് വയ്ക്കും. നമ്മൾ ഈ വീതിയുള്ള പടി കൊളുത്തിടാനുള്ള വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചു. ഇനി നമുക്ക് വീതി കുറഞ്ഞ ഒരു പടിയും കൂടെ വേണം. അതൊരു